ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി 2024. അപ്പോൾ നമ്മുടെ എൻഡ്യൂറോഫിറ്റ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടായില്ല, തിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 2024 ആയപ്പോൾ ഞാനൊരു റെസൊല്യൂഷൻ എടുത്തു, എല്ലാ വീക്കിലും ഒരു ഫിറ്റ്നസ് സംബന്ധമായ എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റി ഒരു 10-15 മിനിറ്റ്സ് സംസാരിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രോട്ടീൻ പൗഡർ. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് ഈ പ്രോട്ടീൻ പൗഡേഴ്സ്, അതിനെപ്പറ്റി. എസ്പെഷ്യലി മലയാളികൾക്കൊരു, ഞാൻ സംസാരിക്കുന്ന ഈ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളുടെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോട്ടീൻ പൗഡർ അത്യാവശ്യം നല്ലൊരു വെൽ ബിൽറ്റ് ബോഡിയൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ അത് പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടായ ബോഡിയാണ്. അതായത് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അവരെന്തോ ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിറോയിഡൊക്കെ കുത്തിവെച്ച് ശരീരം ചെയ്യുന്ന പോലത്തെ ഒരു രീതിയിലാണ് കുറേ ആൾക്കാർ. പക്ഷേ ഇപ്പോൾ അത് ഒരുപാട് മാറി വന്നിട്ടുണ്ട്. എല്ലാവർക്കും പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ സോഴ്സാണ്, നമുക്ക് ആവശ്യമുള്ള, നമ്മുടെ ബോഡിയിൽ നമ്മൾ എന്നും കഴിക്കുന്ന ഒരു പാർട്ട് തന്നെയാണ്. ഇതിനെപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും. അതായത് പ്രോട്ടീൻ പൗഡർ കഴിക്കാമോ, ഞാൻ വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് പ്രോട്ടീൻ പൗഡർ കഴിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എത്ര പ്രോട്ടീൻ പൗഡർ കഴിക്കണം, പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി പ്രോബ്ലം വരുമെന്ന് ഒരുപാട് പേര് പറയുന്നു, അത് കറക്റ്റാണോ, ഇല്ലെങ്കിൽ സ്ത്രീകൾ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ അവർ മസിൽ വരും, അങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെ ഒരുപാട് മിത്സും ഒരുപാട് ക്വസ്റ്റ്യൻസും ഈ പ്രോട്ടീൻ പൗഡർ, എന്ത് ടൈപ്പ് പ്രോട്ടീൻ പൗഡർ. കാരണം നമ്മളിപ്പോൾ മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രോട്ടീൻ പൗഡർ, നമ്മളിപ്പോൾ ഓൺലൈൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ 100 കണക്കിന് പ്രോട്ടീൻ പൗഡേഴ്സ് ഉണ്ട്. അത് എത്രത്തോളം സേഫാണ്, എന്താണ്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പ്രോട്ടീൻ പൗഡർ എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കേണ്ട ആവശ്യമൊന്നതിനെ പറ്റി വളരെ ബ്രീഫായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പ്രോട്ടീൻ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിന് നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷൻ കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്, അത് നമുക്ക് എനർജി തരുന്ന ഒരു സംഭവം, പിന്നെ ഫാറ്റ്, പിന്നെ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ്. നമ്മുടെ ശരീരം ഇപ്പോൾ ഒരു വീട് പണിയും നമ്മൾ സിമെൻറ്റും അതിൻ്റെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്, ആ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് പ്രോട്ടീൻ. നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനിൽ നിന്നാണ് നമ്മുടെ ശരീരം ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കോശങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് ഡെയിലി ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യാനും നമുക്ക് പ്രോട്ടീൻ ആവശ്യമുണ്ട്. ഇനി എത്രത്തോളം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ കഴിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യം, അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അതായത് നമ്മൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യാത്ത ഒരാൾക്ക് ഏറ്റവും ബെയർ മിനിമം നമ്മൾ കഴിക്കേണ്ട പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 70 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 70 ഗ്രാം പ്രോട്ടീൻ, അത് 1 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് എന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം കിട്ടും. മിനിമം 0.8 എങ്കിലും നമ്മൾ കൺസ്യൂം ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞത് 0.8 ഗ്രാം പ്രോട്ടീൻ പെർ കിലോഗ്രാം ഓഫ് യുവർ ബോഡി ടു 1 ഗ്രാം ആണ് റെക്കമെൻഡഡ് സൈസ്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ പ്രോട്ടീൻ കഴിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഫുഡ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോൾ എഗ്ഗ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 6 ഗ്രാം പ്രോട്ടീനാണ്. എഗ്ഗ് വൈറ്റ് മാത്രമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, ഒരു നോർമൽ സൈസുള്ള എഗ്ഗ് ആട്ടോ, ഒരു ചിക്കൻ എഗ്ഗിൻ്റെ കാര്യമാണ് പറയുന്നത്, വൈറ്റ് മാത്രം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം 3.5 ഗ്രാം പ്രോട്ടീൻ ആയിരിക്കും. ഇനി നിങ്ങളൊരു ദോശ കഴിക്കുന്നു, ഒരു ദോശ കഴിച്ചു കഴിഞ്ഞാൽ ഒരു നോർമൽ സൈസ് ദോശയാണെങ്കിൽ ഒരു 3 ഗ്രാം പ്രോട്ടീനാണ് കിട്ടുന്നത്, കാരണം അതിനകത്ത് ഉഴുന്നുള്ളതുകൊണ്ട്. അതേസമയം നമ്മൾ മലയാളികളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ പുട്ട് എന്ന് പറയുന്നത് റൈസ് മാത്രമാണ്. റൈസിൻ്റെ കേസിൽ 100 ഗ്രാം റൈസിൽ ഏകദേശം 2.5 ഗ്രാം പ്രോട്ടീനൊക്കെയാണുള്ളത്. അതായത് പ്രോട്ടീൻ കണ്ടൻറ്റ് ഏറ്റവും കുറഞ്ഞ ഒരു സംഭവമാണ് റൈസ് എന്ന് പറയുന്നത്. അതേസമയം ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ 100 ഗ്രാം ചിക്കൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏകദേശം 27 to 30 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ബീഫ് ആകുമ്പോൾ ഏകദേശം ഒരു 25 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. ഒരു 100 ml മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 3.5 ഗ്രാം പ്രോട്ടീൻ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ ടോട്ടൽ കഴിക്കുന്ന ഫുഡിനകത്തുനിന്ന് നിങ്ങൾക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ടെന്ന് നോക്കുക. അത് നിങ്ങൾക്ക് ഈ 0.8 ഇൻറ്റു നിങ്ങളുടെ ബോഡി വെയിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം അഡിക്വേറ്റ് പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 1 ഗ്രാം, നിങ്ങളിപ്പോൾ 70 ഗ്രാം ആണെങ്കിൽ 70 കിലോ ആണെങ്കിൽ 70 ഗ്രാം പ്രോട്ടീൻ എങ്കിലും ചെന്നിരിക്കണം എന്നുള്ളൊരു കാൽക്കുലേഷനിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സഫീഷ്യൻറ്റ് പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സപ്ലിമെൻ്റ് ആവശ്യമില്ല. ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ ഹെവി വർക്കൗട്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഹെവി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളുടെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. ആ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മസിൽ ടയർ സംഭവിക്കും. അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രോട്ടീൻ ബോഡി അബ്സോർബ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ഓരോ പ്രാവശ്യം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽ ഫൈബേഴ്സിൽ ഉണ്ടാകുന്ന മൈക്രോ ടയേഴ്സ് അല്ലെങ്കിൽ ചെറിയ പൊട്ടലുകൾ, അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ബോഡിക്ക് കൂടുതൽ പ്രോട്ടീൻ ആവശ്യം വരും. അപ്പോൾ അങ്ങനെ കൂടുതൽ പ്രോട്ടീൻ ആവശ്യം വരുന്ന കണ്ടീഷനിൽ നമ്മൾ കൂടുതൽ സപ്ലിമെൻ്റ് ആണ്. അതായത് നമ്മൾ ഹെവി വർക്കൗട്ട് ചെയ്യുന്നത്, അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഹെവി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അതായത് എല്ലാ ദിവസവും രാവിലെ ഒരു 15 to 20 കിലോമീറ്റർ ഓടും, ഈവനിങ്ങിൽ ഞാനൊരു 1 to 2 അവർ ജിം ചെയ്യും. ഈ സമയത്തെല്ലാം നമുക്ക് അത്യാവശ്യം നമ്മുടെ ബോഡിയിൽ മസിൽ ഫൈബേഴ്സിന് സ്ട്രെങ്ത് കൂടുതൽ കിട്ടണം, അതുപോലെ മസിൽ ഫൈബേഴ്സിന് ഡാമേജസ് ഉണ്ടാവും. ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഡാമേജസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ബോഡിക്ക് കൂടുതൽ പ്രോട്ടീൻ വേണം. അപ്പോൾ നമ്മൾ ഹെവി ആയിട്ട് അല്ലെങ്കിൽ മോഡറേറ്റ് ആണെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന ഒരാളുടെ കേസിൽ നമ്മൾ 2 ഗ്രാം പെർ കിലോഗ്രാം ആണ് റിക്വയർമെൻറ്റ് പറഞ്ഞത്. മാക്സിമം ഒരു 2.2 ഗ്രാം പെർ കിലോഗ്രാം ആണ് മാക്സിമം, അത്രയും ആണ് എടുക്കേണ്ടത്. ആ ഒരു കേസിൽ അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് വരുമ്പോൾ
നമുക്ക് യൂഷ്വലി നമ്മുടെ ഡയറ്റിൽ നിന്ന് മാത്രമായിട്ട് അത്രയും പ്രോട്ടീൻ കഴിക്കുന്നത് പ്രാക്ടിക്കൽ ആവില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ മുട്ട കഴിച്ചിട്ട് തന്നെ ഇപ്പോൾ 100 ഗ്രാം പ്രോട്ടീൻ കഴിക്കണമെങ്കിൽ എത്ര മുട്ട നമ്മൾ കഴിക്കേണ്ടി വരും? അപ്പോൾ നമ്മൾ യൂഷ്വലി എഗ് വൈറ്റ്സ് മാത്രമാണ് കഴിക്കുന്നത്. കാരണം കാർബിൻ്റെ ഇൻടേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം കാർബ്സ് നമ്മൾ കൂടുതൽ എടുക്കുന്നതോറും നമ്മുടെ ശരീരം വലുതാവും. അതായത് നമ്മൾ തടി വെക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കയറും. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്ക് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ കേസ് നമ്മൾ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. ആ കണ്ടീഷനിൽ നമുക്ക് എത്ര എഗ് വൈറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും ഇത്രയും പ്രോട്ടീൻ നമുക്കൊരു ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് കൺവീനിയൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പ്രോട്ടീൻ കഴിക്കുന്നത് സേഫ് ആണോ, അത് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നുള്ളത്? ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന എക്സസ് പ്രോട്ടീൻ എപ്പോഴും ബോഡി അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ത്രൂ കിഡ്നിയാണ്. അപ്പോൾ കിഡ്നിക്ക് കുറച്ച് ലോഡ് കൂടും നമ്മൾ പ്രോട്ടീൻസ് ഒരുപാട് കഴിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു കേസിൽ കിഡ്നിക്ക് നോർമലി ഒരു പ്രോബ്ലം ഇല്ലാത്ത ആൾക്ക്, അതായത് നിങ്ങളുടെ റീനൽ ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരാൾക്ക് ഈ 2.2 അല്ലെങ്കിൽ അപ് ടു 3 ഗ്രാം പ്രോട്ടീൻ വരെ കഴിക്കുന്നത് കൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എക്സസ് പ്രോട്ടീൻ കഴിക്കുന്നു, ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കിഡ്നിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു പ്രോപ്പർ ഫംഗ്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ അത് ഈ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് അത് കൂടുതൽ വേസ്റ്റ് ആവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ സാധാരണ ഈ പ്രോട്ടീൻ കഴിക്കുന്ന ആൾക്കാരെന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ആദ്യം ഒരു റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ ലാബിൽ പോയിട്ട് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, യൂറിൻ ആൻഡ് ബ്ലഡിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുക. എല്ലാം 100% ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കഴിക്കുക. കഴിക്കുമ്പോഴും ഇടയ്ക്ക് ഇപ്പോൾ എല്ലാ കേസിലും, ഇപ്പോൾ ഞാനൊക്കെ എല്ലാ ഒരു ഇയർലി എല്ലാ ചെക്കപ്പും ചെയ്യുന്നുണ്ട്. റീനൽ ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ, എല്ലാ ടെസ്റ്റുകളും നമ്മൾ ഇയർലി ചെയ്യും. കാരണം നമുക്ക് നമ്മുടെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു റൊട്ടീൻ ചെക്കപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനും ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് പ്രോട്ടീൻ കഴിക്കാം. അത് കിഡ്നിക്ക് ഒരു ഡാമേജും വരില്ല. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രോട്ടീൻ സെലക്ട് ചെയ്യുന്ന സോഴ്സാണ്. ഇൻ സെൻസ് നമ്മൾ എവിടുന്ന് വാങ്ങിക്കുന്നു എന്നുള്ളത്. അത് നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡ് പ്രോട്ടീൻ തന്നെ ഉപയോഗിക്കും. ഒരുപാട് പ്രോട്ടീൻസ് ഇങ്ങനെ എന്തെങ്കിലും ആഡഡ് സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന അങ്ങനെയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വാങ്ങിക്കാതെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ്, ഒരുപാട് ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഫാസ്റ്റൻഡപ്പിൻ്റെ പ്രോട്ടീൻസ് ആണ്, അപ്പോൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേറെ ബ്രാൻഡുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡിൽ നിന്നുള്ള പ്രോട്ടീൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സേഫ്റ്റി. ഇത് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കിഡ്നി പ്രോബ്ലം വരുമോ എന്ന് വെച്ചാൽ, നിങ്ങളുടെ കിഡ്നിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അതായത് ഇപ്പം നിങ്ങൾക്ക് ഹെൽത്തി കിഡ്നി ആണെങ്കിൽ അത് ഈ പ്രോട്ടീൻ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ ഒരു ബ്രാൻഡ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസിനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാസ്റ്റ്നപ്പിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റ്നപ്പിൻ്റെ വേ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ പ്ലാൻ പ്രോട്ടീൻ ഉണ്ട്. വേ പ്രോട്ടീൻ തന്നെ വേ കോൺസെൻട്രേറ്റ് ഉണ്ട്, വേ ഐസൊലേറ്റ് ഉണ്ട്. പ്ലാൻ പ്രോട്ടീൻ്റെ തന്നെ ഡിഫറെൻറ്റ് പ്ലാൻ പ്രോട്ടീൻ. ഇപ്പോൾ ഇതൊരു പ്ലാൻ പ്രോട്ടീനാണ്, നൈട്രോ എന്ന് പറയുന്നത്, നൈട്രോ ബൂസ്റ്റ് പ്രോട്ടീൻ. അതുപോലെ തന്നെ ഇത് അവരുടെ ഒരു പ്ലാൻ പ്രോട്ടീനാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഇതുണ്ട്. ഇതിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആസ് എ ബിഗിനർ ഇപ്പോൾ വേ പ്രോട്ടീൻ ബേസിക്കലി 2-3 തരമുണ്ട്. അതിനകത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് വേ കോൺസെൻട്രേറ്റും വേ ഐസൊലേറ്റുമാണ്. ഇപ്പോൾ വേ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ചീസ് ഉണ്ടാക്കുമ്പോൾ, പാലിൽ നിന്ന് ചീസ് ഉണ്ടാക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് വേ. അതിൻ്റെ ആ പ്രോട്ടീൻ കണ്ടത്, അതിൻ്റെ പ്രോട്ടീൻ മാത്രമായിട്ട് അതിനകത്ത് ലാക്റ്റിക്, അത് പാലിൻ്റേതായ കുറച്ച് കമ്പോണൻസും ഉണ്ടാവും. ഈ പ്രോട്ടീൻ മാത്രം, വേ പ്രോട്ടീൻ മാത്രമല്ല, വേ പ്രോട്ടീൻ്റെ കമ്പോണൻസ് ഉണ്ടാവും. അത് അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ആ പ്യൂരിഫിക്കേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളതനുസരിച്ചാണ് കോൺസെൻട്രേറ്റിനേക്കാൾ പ്യൂറാണ് ഈ ഐസൊലേറ്റ് എന്ന് പറയുന്നത്. ഐസൊലേറ്റ് ആണ് അത്യാവശ്യം ഏറ്റവും പ്യൂറായിട്ടുള്ള ഫോം ഓഫ് വേ. അപ്പോൾ അതിനകത്ത് ലാക്റ്റിക് കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ചില ആൾക്കാർക്ക് ലാക്റ്റിക് ഇൻടോളറൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് പാല് കഴിച്ചു കഴിഞ്ഞാൽ പാല് നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കോൺസെൻട്രേറ്റിനേക്കാളും പ്യൂറായിട്ടുള്ള ഐസൊലേറ്റ് കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും കമ്പയർഡ് ടു കോൺസെൻട്രേറ്റ്. അപ്പോൾ റോ വേ, ഏറ്റവും പ്യൂർ അല്ലാത്തത് റോ വേ ആണ്. അതായത് റോ വേ, അത് കഴിഞ്ഞാൽ പിന്നെ വേ കോൺസെൻട്രേറ്റ്, അതിനേക്കാളും പ്യൂർ ആയിട്ടുള്ളതാണ് ഐസൊലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഐസൊലേറ്റ് വളരെ ഫാസ്റ്റായിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക്, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് എനിക്ക് ഈ വേ പ്രോട്ടീൻ കുറച്ച് ബ്ലോട്ടിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കും. പക്ഷേ പ്ലാൻ പ്രോട്ടീനാണ് അവിടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പ്ലാൻ പ്രോട്ടീൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കംപ്ലീറ്റ്ലി പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സോയ്, അതുപോലെ തന്നെ ബ്രൗൺ റൈസ്, ഇതിൽ നിന്നെല്ലാം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോട്ടീനാണ്. അത് വേയുടെ അത്രയും ഫാസ്റ്റായിട്ട് ഡൈജസ്റ്റ് ചെയ്യില്ലെങ്കിലും വയറിന് കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിരിക്കും കമ്പയർഡ് ടു വേ പ്രോട്ടീൻ. ഇനി ഇതെന്ന് പറഞ്ഞ് നൈട്രോ ബൂസ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ തന്നെ കുറച്ചുകൂടെ അത്ലറ്റിക് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്ക് കുറേ കൂടി കണ്ടന്റ് ആഡ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ. ലൈക്ക് ഇതിനകത്ത് പ്രോട്ടീൻ കൂടാതെ തന്നെ, അത് പ്ലാൻ പ്രോട്ടീനാണ്, പ്ലാൻ പ്രോട്ടീൻ കൂടാതെ തന്നെ അതിനകത്ത് ക്രിയാറ്റിൻ, അത് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന വേറെ, അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ പിന്നീട് ചെയ്യാം. അതുപോലെ തന്നെ L-ആർജിനിൻ, L-സിറ്റുലിൻ, ഇതൊക്കെ നമ്മൾ പ്രീ വർക്കൗട്ട്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ തന്നെ വർക്കൗട്ടിന് നമുക്ക് കുറച്ചുകൂടെ ഒരു പമ്പിങ് കിട്ടാനും വേണ്ടി ഉപയോഗിക്കുന്ന അമിനോ ആസിഡ്സ് ആണ്. എല്ലാം നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള അമിനോ ആസിഡ്സ് തന്നെയാണ്. ഇതൊന്നും സ്റ്റെറോയിഡ് പോലെ ഒരു എക്സ്റ്റേണൽ സംഭവമൊന്നുമല്ല, നമ്മുടെ ബോഡിയിലുള്ള സംഭവം തന്നെയാണ്. നമ്മൾ അതിന് കുറച്ച് കൂടുതൽ സപ്ലിമെന്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ.
അപ്പോൾ കുറച്ചും കൂടി നമുക്കൊരു വർക്കൗട്ടിനൊക്കെ കുറച്ചുകൂടി ബൂസ്റ്റ് കിട്ടും. അതാണ് നൈട്രോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. L-arginine, L-citrulline, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുക. അതെല്ലാം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള അമിനോ ആസിഡ്സ് തന്നെയാണ്. എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് വരുന്ന കാര്യങ്ങളാണ്. ഇത് പ്യുവർലി വേ ഐസൊലേറ്റ് ആണ്. ഏറ്റവും പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് വേ പ്രോട്ടീൻസ് ആണ്. ഇത് പ്ലാന്റ് പ്രോട്ടീൻ ആണ്. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആണ്. പല ആൾക്കാർക്കും പ്ലാന്റ് പ്രോട്ടീൻ കുറച്ച് ടേസ്റ്റ് കുറവും വേ പ്രോട്ടീൻ കുറച്ച് ഈസി ആയിട്ട് കഴിക്കും. കാരണം വേ പ്രോട്ടീൻ കുറച്ചും കൂടി ഒരു മിൽക്ക് ഷേക്കിൻ്റെ ഒക്കെ ചോക്ലേറ്റ് ഫ്ലേവേർഡ്, പലതും ഫ്ലേവേർഡ് ആയിട്ടുണ്ടാകും. ഇതിപ്പോൾ ചോക്ലേറ്റ് റിച്ച് ചോക്ലേറ്റ് ഫ്ലേവർ ആണ്. ഇതും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫ്ലേവർ ആണ്. ഇത് പ്ലാന്റ് പ്രോട്ടീൻ്റെ കുക്കി ആൻഡ് ക്രീം, ഇതെല്ലാം ഫ്ലേവേർഡ് ആയിട്ടാണ് വരുന്നത്. കാരണം റോ ആയിട്ടുള്ള വേ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. വേ പ്രോട്ടീൻ്റെ കേസിൽ നമ്മൾ ഫ്ലേവർ ആഡ് ചെയ്ത വേ പ്രോട്ടീൻ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് കൂടുതലും. പ്ലാന്റ് പ്രോട്ടീൻ കുറച്ചുകൂടെ ഒരു ചോക്കി ടേസ്റ്റ് ആണ് യൂഷ്വലി വരുന്നത്. പക്ഷേ ഈ ഫാസ്റ്റ് അപ്പിൻ്റെ ഈ ഒരു അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന പ്ലാന്റ് പ്രോട്ടീൻ വളരെ ഡിഫറെൻ്റ് ആണ്. ഇത് ശരിക്കും ഞാൻ ഇതിന് മൂന്നിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ഇതാണ്. ഇവരുടെ കുക്കി ആൻഡ് ക്രീം എന്ന് പറയുന്ന ഫ്ലേവറിൽ വരുന്ന പ്ലാന്റ് പ്രോട്ടീൻ, അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫ്ലേവറും ടേസ്റ്റിയാണ്. പണ്ടത്തെ ഒരു നോർമലി ഉള്ളൊരു പല കേസിൽ നോക്കി കഴിഞ്ഞാൽ പ്ലാന്റ് പ്രോട്ടീനേക്കാൾ ടേസ്റ്റ് കൂടുതൽ വേ പ്രോട്ടീൻ ആണ്. പക്ഷേ ഇത് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇവരുടെ ഈ ഒരു പ്രോട്ടീൻ. ഇത് അത്യാവശ്യം ടേസ്റ്റിയർ ആണ്. ഇത് തന്നെ എഴുതിയിട്ടുണ്ട് 10 times ടേസ്റ്റിയർ ദാൻ നോർമൽ പ്ലാന്റ് പ്രോട്ടീൻ. അടുത്ത ചോദ്യം വരുന്നത് ഞാൻ പ്രോട്ടീൻ കഴിക്കണോ എന്നുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് അഡിക്വേറ്റ് പ്രോട്ടീൻ കിട്ടുന്നില്ല. നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത് കുറയാൻ തുടങ്ങും. എസ്പെഷ്യലി ഒരു ഏജ് കഴിയുമ്പോഴാണ് നമുക്ക് അറിയുന്നത്. ഒരു 35 ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മസിൽസ് പതുക്കെ ഡിഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. കാരണം മസിൽസ് പിന്നീട് ഡെവലപ്പ് ചെയ്യുന്ന കുറവായിരിക്കും. കാരണം ഇപ്പോൾ ആണുങ്ങളിലാണെങ്കിൽ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ അളവ് കുറയും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മസിൽസിൻ്റെ ഗ്രോത്ത് കുറയും, അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറയും. ആ സമയത്ത് നമ്മൾ പ്രോട്ടീനും കൂടി ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മസിലിൻ്റെ ഡിഗ്രഡേഷൻ വളരെ ഫാസ്റ്റർ ആവും. അപ്പോൾ നിങ്ങൾക്ക് പതുക്കെ ബോഡി പെയിൻ, അതായത് നടുവേദന. അപ്പോൾ എനിക്കറിയാം പല ആൾക്കാർക്കും എൻ്റെയൊക്കെ ഏജ് 35-40 ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക്, എൻ്റെ ഫ്രണ്ട്സ് പല ആൾക്കാരും എന്നോട് പറയും എനിക്ക് നടുവേദനയാണ് ബൈക്ക് ഓടിക്കും. ശരിക്കും ബൈക്ക് ഓടിക്കുമ്പോൾ ചെറുപ്പത്തിലുള്ള പിള്ളേർ ബൈക്ക് ഓടിക്കുമ്പോൾ നടുവേദനയില്ല. ഈ പ്രായമുള്ളൊരു നടുവേദന എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ നടുവിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന മസിൽസിൻ്റെ സ്ട്രെങ്ത് കുറയുന്നതുകൊണ്ടാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഈ കോർ സ്ട്രെങ്തനിങ്ങിനെ പറ്റി ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം, അതിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ കുറച്ച് എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറച്ച് പ്രോട്ടീനുകൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മസിൽ സ്ട്രെങ്ത് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാനും അതനുസരിച്ച് ഈ പെയിൻസ് ഒക്കെ, ഈ ജോയിൻറ്റ് പെയിനുകളും ബാക്ക് പെയിനും അങ്ങനെയുള്ളതൊക്കെ കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ഒത്തിരി പേര്, ഞാൻ പറഞ്ഞ ഒത്തിരി പേര് എൻ്റെ ഫ്രണ്ട്സൊക്കെ അത് യൂസ് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നീട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം, ലേഡീസ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ലേഡീസിനാണ് ആണുങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ കേസിൽ. കാരണം നമ്മുടെ ഒരു ഡയറ്റ്, നമ്മുടെ ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഡയറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോട്ടീൻ വളരെ കുറവാണ്. ക്ലാസിക്കൽ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷനാണ് പുട്ടുംപഴം എന്നതിനകത്ത് ഏറ്റവും കുറവ് പ്രോട്ടീൻ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഫിറ്റ്നസ് അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ ലാംഗ്വേജ് പറഞ്ഞാൽ അതൊരു ജങ്ക് ഫുഡാണ്. കാരണം അതിനകത്ത് ഒട്ടും തന്നെ പ്രോട്ടീൻ ഇല്ല, ഫൈബർ കുറവാണ്. അങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതുപോലെ കപ്പ പുഴുങ്ങിയത് പ്രോട്ടീൻ വളരെ കുറവുള്ള ഒരു ഫുഡാണ്. അങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് പ്രോട്ടീൻ ഇൻടേക്ക് കുറയും. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത് കുറയും. എസ്പെഷ്യലി ലേഡീസിനാണെങ്കിൽ അത് കൂടുതൽ എവിഡൻ്റ് ആയിരിക്കും. പെയിൻസ് കൂടുതൽ വരും. ഒരു ഏജ് കഴിഞ്ഞ് അവരുടെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ശരീരം കുറച്ച് ബൾക്കാവാൻ സാധ്യതയുള്ളൊരു ടൈമാണ്. ആ സമയത്ത് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയും വന്ന് മസിലും കൂടെ വീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാൽമുട്ട് വേദന, നടുവേദന, ഇതെല്ലാം വളരെയധികമാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ എക്സസൈസിനെ പറ്റിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഓരോരോ വീക്കിലും ഞാൻ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സും കൂടി എടുക്കുകയാണെങ്കിൽ അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഞാനിപ്പോൾ വളരെ അധികം ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ചെയ്യിച്ച് അതിൻ്റെ ഉള്ള ബെനിഫിറ്റ് ഞാൻ ഒത്തിരി പേരുടെ അടുത്ത് കാണുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റിനെ പറ്റി. ഇപ്പം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി പ്രോട്ടീനെ പറ്റിയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം. പിന്നെ കാസ്റ്റ് അപ്പിൻ്റെ പ്രോട്ടീൻ സപ്ലിമെൻറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്. അതിനകത്ത് എൻ്റെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു up to 20% ഡിസ്കൗണ്ട് കിട്ടും, അവരുടെ സൈറ്റിലുള്ള ഡിസ്കൗണ്ടിന് പുറമേ. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. താങ്ക് യു വെരി മച്ച്.